നിഷാദ് നിഷാദ് ഒന്ന് വോയിസിൽ വരൂ. ഓർമ്മയുണ്ടോ ദുബായില് ഇല്ല, ഓർമ്മയില്ല. നമ്മള് മീറ്റിംഗ് ഒക്കെ ഇരുന്നായിരുന്നു നമ്മള് ബുർജുമാൻ മെട്രോ സ്റ്റേഷനില്. ഓർമ്മയുണ്ടോ? ഹാരിസൺ അക്കാദമിയിലെ ക്ലാസ് എടുക്കുന്നതാണോ? അവിടെ ക്ലാസ് ഓക്കെ ഓക്കെ ഓക്കെ. എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. ഞാൻ ഇപ്പൊ നാട്ടില. എവിടെ ഇപ്പോ? ദുബായിലാ? അല്ല, ഞാൻ ഇപ്പൊ നാട്ടിലാണ്. നാട്ടിലുണ്ടോ? ഓക്കെ 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 ഓക്കെ, നടക്കട്ടെ. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷനിൽ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ വന്നു. ആൻഡ് കുറെ ആൾക്കാർ ഫ്രീലാൻസർ ആണ്, സ്റ്റുഡൻസ് ആണ്, ആൻഡ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞ ആൾക്കാരോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ഈ കോഴ്സിലേക്ക് ചേരേണ്ട ഒരു താല്പര്യം ഉണ്ടല്ലോ, അതെന്താണ്? കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് വീണ്ടും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഇനി എന്താണ് നിങ്ങൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ക്ലയൻസിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വെബ്സൈറ്റ്, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ വെബ്സൈറ്റ് ഗൂഗിൾ ആഡ്സ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ SEO ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അവർക്ക് റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്രീലാൻസറിനെ കൂടെ ചെയ്യിക്കുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കറക്റ്റ് കറക്റ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോ ഹലോ, അപ്പൊ നമ്മൾ സെഷൻ ആരംഭിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി ശരി. ശരി ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ കുറെ ആൾക്കാർ എന്താണ് നമ്മളെ ഫ്രീലാൻസർ ആണെന്ന് പറഞ്ഞു, ആൻഡ് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞവരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ എല്ലായിടത്തും സ്റ്റെക്കായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഇനി എന്ത് കോഴ്സ് എടുക്കണം, ഇനി എന്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പിന്നെ വേറെ കോഴ്സ് എടുത്ത ആൾക്കാരുണ്ടാവും, അവരൊക്കെ ചില സമയത്ത് സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ആദ്യം എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, ഞാൻ ഒരു ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് ഒന്ന് വന്നോട്ടെ. ഓക്കെ, അപ്പൊ എത്ര പേര് ഇത് എന്താ പറയാ, നമ്പർ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകാം. ഞാനൊരു ഗ്രാഫിക്സ് അപ്പോൾ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഞാനൊരു ഗ്രാഫിക് വെബ് ഡിസൈനറാണ്, കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലാണ്. ഇതാണ് എൻ്റെ ഒരു കരിയർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഒരു MB അഡ്വർടൈസിംഗ് എന്നുള്ള ഒരു കമ്പനിയിലാണ്. എൻ്റെ പിന്നീട് വർക്ക് ചെയ്തത് ഗ്ലോബൈറ്റിലാണ്. പിന്നെ കിൻഫയിൽ സൈബർസിൽ വർക്ക് ചെയ്തു. ആൻഡ് ഞാനൊരു 2015 ഇൻസൈറ്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ടൊരു ദുബായിലൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഞാൻ വെബ് ആൻഡ് ഗ്രാഫിക്സ് ആണ്. പിന്നീട് ഞാൻ 2018 ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. ആൻഡ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ ബ്രാൻഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ സ്കില്ലുകൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫിക് ഡിസൈനിങ്, ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആണ്, ബ്രാൻഡ് ഡെവലപ്പറും കൂടിയാണ്. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ വെബ് ഡിസൈനിങ്ങിൽ HTML, CSS, WordPress, PHP ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, ഗൂഗിൾ ആഡ്സ്, SEO എക്സ്പെർട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടിങ്ങിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഇതിൽ നമ്മൾ ഈ സെഷനിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കരിയർ പ്ലാനിങ് എങ്ങനെ ചെയ്യണം, ആൻഡ് കരിയർ ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സെഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടോ?
അതെ സാർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡിജിറ്റൽ എന്താ പറയുക കരിയർ ഗ്രോത്ത് എന്നുള്ള സെഷൻ ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാരാണോ എന്ന് തോന്നുന്നുണ്ടോ? ഈ നിൽക്കുന്ന ആൾക്കാരാരില്ല എന്നുള്ളത് ഇതൊക്കെ നമ്മളെ ഡിജിറ്റൽ അല്ലെങ്കിൽ മീഡിയ ടീമിൽ എന്താ പറയുക നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പുലികളാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ഇട്ട ആളാണ് അഡ്വിൻ റോയ് നെറ്റോ എന്ന് പറഞ്ഞ ആള്. ഇയാൾ വർക്ക് ചെയ്യുന്നത് ഗൂഗിളിൽ UI/UX ഡിസൈനർ ആയിട്ടാണ്. നിങ്ങളൊക്കെ ഇപ്പൊ കാണുന്ന ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ UI/UX ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ആളാണ് അജയൻ ശാലിശ്ശേരി, എൻ്റെ ഫോട്ടോയിലുള്ള അജയൻ ശാലിശ്ശേരി. ഇയാൾ ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈനർ കൂടിയാണ്. അപ്പോൾ ഇയാളെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ജേസൺ ആന്റണി, ഇയാൾ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. നമ്മൾ കണ്ട പല അഡ്വർടൈസ്മെന്റും ഇദ്ദേഹമാണ് എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ കാണണമെങ്കിൽ കേരള ടൂറിസത്തിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഇത് മൂപ്പര് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പിന്നെ ഉള്ളത് ഫ്രാൻസിസ് ആലുക്കാസ്. ഇവരെ നമുക്ക് അറിയണ്ടാവും, കോഴിക്കോടുള്ള ആളാണ്. ബ്രാൻഡ് കൺസൾട്ടന്റ്, ഫൗണ്ടർ, OPW ഇന്ത്യ എഡ്യൂക്കേറ്റർ, ആഡ് ഫിലിം മേക്കറാണ്, ആക്ടറാണ്, ചില ചെറിയ സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് നിങ്ങൾ എന്താ പറയാ നിങ്ങളെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ കരിയർ ഗ്രോത്ത് ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരിയർ ഗ്രോത്ത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സോഷ്യൽ മീഡിയ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ സാർ. കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ഡിജിറ്റൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. ആൻഡ് കൂടാതെ നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഇവന്റ് ആണ്. നമ്മൾ ലെവലപ്പ് യുവർ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് നടത്തിയിട്ടുണ്ട് ദുബായിൽ. അതൊരു നമ്മുടെ പ്രോഗ്രാമാണ്, നെക്സ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമർ അബ്ദുസലാമിനൊക്കെ വെച്ചിട്ട് ഇവിടെ ഫുള്ള് വള്ളം കളിയിലെ വെച്ച് ഈ വളരെ ദുർബലം തുടക്കാന്. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കി വെക്കട്ടോ, എല്ലാവരും മ്യൂട്ടാക്കി ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. സാറിന്റെ ക്ലാസ്സിലെ സമയത്ത് എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കണേ. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഉമർ സലാമിനെ വെച്ചിട്ട് ഇവന്റ് നടത്തിയിട്ടുണ്ട്, AI-ന്റെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും സാധ്യതകളെ കുറിച്ച്. അപ്പോൾ ഇത് നമ്മൾ ദുബായിൽ വെച്ചിട്ട് നടത്തിയതായിരുന്നു. അപ്പോൾ ഈ സെഷനിലൊക്കെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക അവരുടെ ഒരു കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല. ഓക്കെ. അവിടെയാണ് നമ്മളിപ്പോൾ ദുബായിൽ ഇപ്പോൾ യുദ്ധം നടന്നു. ഓക്കെ. ദുബായിലല്ല, വേൾഡ് യുദ്ധം നടന്നു. അപ്പോൾ ആ യുദ്ധത്തിന്റെ ഇടയിലാണ് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോവുക. കാരണം ഇനി ജോലി, കുറെ ആൾക്കാർക്ക് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരെന്നോട് പറഞ്ഞത് എനിക്കൊരു ജോലി വേണം, എനിക്ക് എന്ത് ജോലിയാണ് എനിക്ക്, അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കണം, കാരണം കമ്പനിയിൽ സാലറി കുറവാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് പലരും മനസ്സിലാക്കുന്നത് എന്താണ്, നമുക്കൊരു പുതിയൊരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കൊരു സ്കില്ലും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ജോലി നഷ്ടപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന്, ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഞാൻ ഇപ്പോൾ എന്താ പറയുക സ്കില്ല് പഠിച്ച് ജോലി ചെയ്ത് എൻ്റെ ഫ്രീലാൻസ് ആയിട്ട് 2 ഇയർ വർക്ക് ചെയ്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വർക്ക് വന്നതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്തു. ആൻഡ് ആ ടീമിനെ ബിൽഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത്. കാരണം എഡ്യൂക്കേഷനിലേക്ക് വരാനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. ഓക്കെ. ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷനും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കോഴ്സിന് വരുന്ന എല്ലാവർക്കും പറയുന്നത് ഒരു ഗോൾ സെറ്റിങ്സിൻ്റെ ഒരു സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം എന്നാണ്. ഓക്കെ. ടൈം മാനേജ്മെന്റ് ആൻഡ് ഗോൾ സെറ്റിംഗ്, ഇത് ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ആളായാലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളായാലും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക എത്തിപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്
അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഒരാളെ കോഴ്സ് എടുത്തിട്ട് പകുതി വൈക്കുന്നതായിരിക്കും മനസ്സിലാകുക എന്ത്, ഈ കോഴ്സ് എൻ്റേതല്ല, ഇതല്ല എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്നുണ്ട്. പക്ഷെ അത് വൈകി പോയിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ സ്കില്ലുകൾ പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിക്കുന്ന സ്കില്ല് എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാം, ആ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു വർക്ക് എടുക്കാം, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഫ്രീലാൻസ് ഓപ്ഷൻ. അപ്പോൾ ഫ്രീലാൻസ് ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ അതിന് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. നമുക്ക് എന്താ പറയാ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഒരു ഫ്രീലാൻസർ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഒന്നിക്കെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പൈസ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഒരു സ്കില്ല് ഡെവലപ്മെന്റിന്റെ ഒരു ആവശ്യകത വേണമെന്ന്. ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ ആ ജോബ് അല്ലെങ്കിൽ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിരിക്കും, ഒരു ജോബ് ഉറപ്പായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു സ്കില്ല് ഇല്ലാതെ ഒരു ഡിഗ്രി മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ആ ജോബ് അല്ലെങ്കിൽ വേറൊരു ജോബിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ മാത്രമായിട്ട് എടുക്കുക. ഓക്കെ. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു വേറൊരു കാര്യം സോഫ്റ്റ് സ്കില്ല് ഡെവലപ്മെന്റ് ആണ്. അത് മെയിനായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ലീഡർഷിപ്പ്, അഡാപ്റ്റബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ കരിയറിൽ ഒരു എന്താ പറയുക, കരിയറിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എന്താണ് ഈ ഒരു ബോറടിക്കും. ഓക്കെ. കരിയർ എന്താ പറയുക, ചലഞ്ചസ് വരും, ഒരു പുതിയ ടൂൾസ് വരും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വരും, അത് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അത് നിങ്ങൾ ലേൺ ചെയ്യാം. ഓക്കെ. ലേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ കഴിഞ്ഞത് അതിനനുസരിച്ചുള്ള എന്താ പറയാ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ എല്ലാ കോഴ്സുകളും എടുത്ത് ഇപ്പൊ നമ്മളെ ഒരു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എല്ലാ കോഴ്സുകളും എടുത്ത് കുറെ സ്ഥലത്ത് ജോലി ചെയ്ത് എന്താ പറയാ ഒന്നും തിരിയുന്നില്ല, സ്റ്റെക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനല്ല, നിങ്ങളൊരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ഏറ്റവും മുകളിൽ എന്താണോ അതിന്റെ മുകളിലുള്ളത് അവിടെ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സാധനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കരിയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ കരിയറിലെ ചലഞ്ചസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കോഴ്സ് എടുത്തു അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തു, അത് നിങ്ങൾ പ്രൊഫഷണലി ഡെവലപ്മെന്റിന്റെ ഒരു കുറെ റോഡ് മാപ്പുകളുണ്ട്. ഓക്കെ. അതെങ്ങനെ ലോങ് ടേം കരിയറിലേക്ക് കൊണ്ടുപോകാം, അതെങ്ങനെ ഷോർട്ട് ടേം ആക്കാം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഷോർട്ട് ടേം പ്ലാന് 1 ഇയർ. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ. ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താ പറയാ എക്സ്പീരിയൻസ് ഉണ്ടാക്കി, പിന്നെ വർക്ക് ചെയ്തു പ്രൊജക്റ്റിൽ, പിന്നെ സർട്ടിഫിക്കേഷൻ വാങ്ങി. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെബ് ഡിസൈനിങ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അപ്പൊ ഈ 3 മേഖലകളിലും എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഷോർട്ട് ടേമിൽ തന്നെ നിങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ആയാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആയാലും ആരായാലും നിങ്ങളെ പ്രൊഫഷൻ എന്താണോ അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ. ആ എക്സ്പീരിയൻസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അടുത്ത നിങ്ങളെ പ്ലാനിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ. അപ്പൊ നിങ്ങൾ പല പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാം. ഓക്കെ. പല പ്രൊജക്റ്റിൽ, കാരണം ഇപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. സേൽസ് ഓൺ ആണ്, സാലറി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് വെബ് ഡിസൈനിങ് പഠിച്ചു. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അതിൽ ഞാൻ എന്ത് ചെയ്തു, 3-5 ഇയർ എന്താ പറയുക ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി, ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കില്ല്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. അത് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്താ പറയുക, നിങ്ങൾക്ക് ബ്രാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ബ്രാൻഡിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ എവിടെയും നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക, ആൻഡ് ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. ഓക്കെ. ഇതാണ് ഒരു 3-5 ഇയേഴ്സ് നിങ്ങളുടെ ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ട് ലോങ് ടേം പ്ലാൻ ആണ് ഞാനിപ്പം ചെയ്യുന്ന എസ്റ്റാബ്ലിഷ് എ പേഴ്സണൽ ബ്രാൻഡ്, ലോഞ്ച് എൻ ഏജൻസി, ബിക്കം എ കൺസൾട്ടന്റ്. ഞാൻ ഒരു 3 to 5 അല്ല, 3 to 6 or 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്.
എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്, എൻ്റെ ഏജൻസി തുടങ്ങിയത്, ആൻഡ് ഞാനിപ്പോൾ കൺസൾട്ടൻറ്റും ട്രെയിനറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സിൽ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കോഴ്സ് എടുക്കേണ്ടതും ആ കോഴ്സിൽ പഠിക്കേണ്ടതും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ജോലി ചെയ്യുന്നിടത്തിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് അന്ന് വെബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സാലറി 3000 റുപ്പീസാണ് നാട്ടിൽ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തത്, അത് പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് അത് മതി. ആ സമയത്ത് ഞാൻ അതൊരു 8 മാസത്തോളം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടുത്തെ വർക്ക് പഠിച്ചു, എൻ്റെ അവിടുത്തെ പ്രൊജക്റ്റുകൾ ചെയ്തു, ഒരുപാട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കി, അടുത്തൊരു കമ്പനിയിലേക്ക് പോയി. അവിടുത്തെ കമ്പനിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആകെ 5000 ആണുള്ളത് സാലറി. പക്ഷെ അതെനിക്കറിയാം, അതൊരു ഒരു കിൻഫ്ര എന്ന് പറഞ്ഞ ഒരു ടെക്നോ പാർക്കിലാണ്, ഒരു കുറച്ചുകൂടി വലിയൊരു ഏജൻസിയാണ്. അവിടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ കുറേ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു 2 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പുറത്തേക്ക് പോകണമെന്നായിരുന്നു. എൻ്റെ പുറത്തേക്ക് പോകുന്നത് വെറും കൈയോടെ ആവരുത്, ഒരു എക്സ്പീരിയൻസും ആൻഡ് എന്താ പറയുക, നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം അവിടെ നിന്ന് പഠിച്ചത്. ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് സാലറി സ്റ്റാർട്ടിങ്ങിൽ 3,500 ആണ്. 3,500 എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു 60-70,000 INR വരും. ഓക്കെ, അവിടെ ഞാൻ ചെയ്തിരുന്നത് ഗ്രാഫിക്സും വെബും മാത്രമാണ്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അത് പഠിച്ച് ഞാൻ എന്ത് ചെയ്തു, വേറൊരു കമ്പനിയിലേക്ക് എനിക്കൊരു ഓഫർ വന്നു. ആ ഓഫർ വന്നതിൽ ഞാൻ എന്ത് ചെയ്തു, ആ കമ്പനിയിൽ തന്നെ എനിക്ക് ഈ ഞാൻ പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ ബ്രാൻഡിങ് കൺസൾട്ടിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ട്, ബിസിനസ് കൺസൾട്ട്, അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടി. കാരണം ആ കമ്പനിയിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ആ ബ്രാൻഡ്സിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോഗോ, ബ്രാൻഡിങ്, കളേഴ്സ്, എല്ലാ സ്ഥലത്തും എനിക്ക് എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ വെച്ചു. ഈ സമയത്താണ് നമുക്കൊരു 2020 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമുക്ക് കൊറോണ വരുന്നത്. എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു നാട്ടിലേക്ക് പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നാട്ടിൽ ചെന്ന് ഞാൻ അവരെ വർക്ക് കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വേറെയും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ എന്തായിരുന്നത്, ഒരു വർക്ക് കുറേ കിട്ടാൻ തുടങ്ങി. പിന്നെ ആ ഒരു കൊറോണ സമയത്ത് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു, ടീമിനെ ബിൽഡ് ചെയ്തു. ആൻഡ് ടീമിനെയൊക്കെ ഞാൻ ഫ്രീലാൻസർ ആയിട്ടാണ് വെച്ചത്. ആൻഡ് അടുത്ത നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഒരു എന്താ പറയുക ടീമിനെ ബിൽഡ് ചെയ്തു. വീണ്ടും ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തേക്കൊരു എൻ്റെ ഒരു ക്ലയൻറ്റ് വരികയാണ്, നമുക്ക് ലൈസൻസ് ഓപ്പൺ ചെയ്യാം, എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സ്ട്രോങ് നിങ്ങളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളൊരു ജേണി എളുപ്പമാവും. കാരണം കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്താ പറയുക ഒന്നിന്നും അടുത്ത കോഴ്സിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ് നോക്കാം, ആൻഡ് SEO സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഗൂഗിൾ, മെറ്റ ആഡ്സ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കണ്ടന്റ് മാർക്കറ്റർ, ആഡ് പവേർഡ് മാർക്കറ്റർ, ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് നോക്കാം, ഇ-കൊമേഴ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എക്സ്പെർട്ട്. അപ്പോൾ ഇതിലൊക്കെ എക്സ്പേർട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്താ പറയുക വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രീലാൻസേഴ്സിനൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കുക, കണക്ഷൻ ബിൽഡ് ചെയ്യുക, ആൻഡ് നിങ്ങൾക്കൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ, ആൻഡ് നിങ്ങളൊരു പൊസിഷൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു എന്താ പറയുക ഫ്രീലാൻസറായിട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾ ഫ്രീലാൻസ് നോക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, AI ഉണ്ട്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ഏതും ആയിക്കോട്ടെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫ്രീലാൻസറായിട്ട് തന്നെ എന്താ പറയുക തുടങ്ങാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം,
ആൻഡ് നിങ്ങളെ ക്ലയന്റുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എന്താ പറയാ ഏരിയയിൽ കുറെ കാര്യങ്ങൾ അറിയണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയാ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സ്കില്ല് ഡെവലപ്മെന്റ് എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ PSC എഴുതിയാലും അല്ലെങ്കിൽ വേറൊരു ജോബ് ട്രൈ ചെയ്താലും ഒന്നും പ്രശ്നമില്ല. കാരണം നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു തരും. കാരണം ഇന്നിപ്പോ UAE ഒരു യുദ്ധം വന്നു, കുറെ ആൾക്കാർക്ക് ജോലി പോയി. അപ്പൊ അവരൊക്കെ എന്നോട് കുറെ ആൾക്കാർ, എൻ്റെ സ്റ്റുഡൻസും കുറെ ഫ്രണ്ട്സും കാര്യങ്ങളും ചോദിച്ചു, ഇനി എന്താണ് ചെയ്യുക, അങ്ങനെ സാലറി കുറവാണ്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അവരോട് പറഞ്ഞിട്ടായിരുന്നു, എന്തെങ്കിലും സ്കില്ല് പഠിച്ചോ, അല്ലെങ്കിൽ AI പോലത്തെ ടൂൾസുകൾ പഠിച്ചു നോക്കുക. അപ്പൊ ഇത് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ എന്താ പറയാ അതിന്റെ മാർക്കറ്റ് ചെയ്യണം, അതിനെ പൊസിഷൻ ചെയ്യണം, അതിന്റെ ഒരു പോർട്ട്ഫോളിയോ റെഡിയാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ജോബ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ആൻഡ് ഫ്രീലാൻസർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതില് ഇപ്പൊ ഇത്രയും ആൾക്കാർ നമ്മളോട് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയാ വർക്ക് ഫ്രം ഹോം വേണം. ഓക്കെ, വർക്ക് ഫ്രം ഹോമിന് ഏറ്റവും ബെറ്റർ സാധനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിങ്. ഞാൻ എന്തുകൊണ്ടാണ് വെബ് ഡിസൈനിങ്ങിന് മാത്രം വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ് ഡിസൈനിങ് ഒരു ടൂളാണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്ക് അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്ക് ഈ വെബ് ഡിസൈനിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ വെബ് ഡിസൈനിങ്ങിൽ നിങ്ങൾ എത്രത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് ഏതൊരു ബിസിനസ്സിനും വെബ്സൈറ്റ് എന്താ പറയുക അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടായാൽ മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ടൂൾ മാത്രമാണ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ആണെങ്കിലും ക്ലിനിക് ആണെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടൻസി ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പനീൻ്റെ ട്രസ്റ്റും ആൻഡ് കസ്റ്റമേഴ്സും ഇത് നിങ്ങൾക്ക് ഓർഗാനിക്കലി അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളെ കമ്പനിക്ക് വേണ്ടി SEO ചെയ്യുന്നുണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏജൻസിയിൽ എന്താണ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് വെബ്സൈറ്റ് കോമ്പിനേഷൻ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം എടുത്തിട്ട് ചില ആൾക്കാർക്ക് മനസ്സിലാവും വെബ്സൈറ്റിന്റെ, ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ വെബ്സൈറ്റിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ സ്വന്തം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ സ്കില്ലും കൂടി വേണമെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടും നിങ്ങൾ ഇങ്ങനൊരു സെഷനിലേക്ക് വരാനുണ്ടായ കാരണം. അപ്പോൾ ഏത് ബിസിനസ് ആയാലും ബിസിനസിന്റെ വെബ്സൈറ്റിന്റെ റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രെഡിബിലിറ്റി ആണ്. വെബ്സൈറ്റിന്റെ എന്താ പറയാ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസും അതിന്റെ എല്ലാ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കസ്റ്റമേഴ്സ് 24/7 നിങ്ങൾക്ക് അവിടെ രാത്രിയും പകലൊക്കെ ആ ബിസിനസ് തുറന്നിരിക്കും. ഓക്കെ, വെബ്സൈറ്റിൽ ലിങ്ക് ഓപ്പൺ ആയിരിക്കും, ആർക്കും എപ്പം വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ കറക്റ്റ് SEO ആൻഡ് ബാക്ക്ലിങ്സോ കൊടുത്തു കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ലീഡ്സ് വരും. നമുക്ക് കൂടുതൽ ലീഡ്സ് വരുന്നതും ഏജൻസിയിൽ ആൻഡ് അക്കാദമിയിൽ വെബ്സൈറ്റ് ത്രൂ ആണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനീന്റെ ബ്രാൻഡിങ്, ഓൺലൈൻ ബ്രാൻഡിങ് അതിൽ ശക്തമാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ ഇപ്പോൾ ഫ്രീലാൻസ് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയുക ഓൺലൈനിൽ ഒരു e-commerce വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ത്രൂ മാർക്കറ്റ് ചെയ്യാം, വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കാം. ഒരുപാട് സാധ്യതകൾ ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ, നിങ്ങളുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാലഘട്ടത്തിൽ സ്കിൽ ബേസ്ഡ് ജോബാണ് മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇപ്പൊ നിങ്ങൾ പുറത്തു പോയാലും ആൻഡ് നമ്മളെ കേരളത്തിലായാലും. അപ്പൊ അതിൽ എഞ്ചിനീയർ കഴിഞ്ഞവരുണ്ട്, ആർട്സ്, കൊമേഴ്സ്, ഏത് പശ്ചാത്തലത്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് കോഴ്സിന്റെ ഒപ്പരും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു എക്സ്ട്രാ ഇൻകം കൂടിയാണ്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് ഫ്രമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു ഫ്രീലാൻസർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആൾക്ക് ഞാൻ പറഞ്ഞു, അവർക്ക് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം, SEO വെബ്സൈറ്റ് സെക്ഷൻ മനസ്സിലാക്കണം, ലീഡ് ജനറേഷന് വേണ്ടി വെബ്സൈറ്റ് ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ ആവശ്യതകളുണ്ട്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ നമുക്ക് ഓപ്ഷൻസ് തന്നിരുന്നു ഫ്രീലാൻസ് ഇൻകം ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ
ഞാൻ അതിനു മുമ്പ് നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളെ കരിയർ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാലും അല്ലെങ്കിൽ MCA കഴിഞ്ഞാലും ഏത് കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും വെബ് ആയാലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ ഉണ്ട്, അപ്പോൾ അതിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലയന്റിനെ അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളും ആൻഡ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്ക് 10,000 മുതൽ 50,000 വരെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ വെബ്സൈറ്റിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട് തന്നെ 10,000 ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പ്രൊജക്ട്. ഒരു അഡ്വാൻസ്ഡ് പ്രൊജക്ട് ആണെങ്കിൽ 25 ടു സ്റ്റാർട്ട് ചെയ്യാം. 25 to 50K വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്കെല്ലാം വെബ്സൈറ്റുകൾ ആവശ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ്, നിങ്ങൾക്ക് ഒരു 10 റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ കിട്ടിയാൽ മതി. ഒരു 10 റെസ്റ്റോറൻറ്റ് ഒരു 10,000 വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും, അത് തന്നെ ഒരു 1 lakh ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്ലിനിക്ക്, ഹോസ്പിറ്റൽസ്, റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ഏജൻസീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവർക്കൊക്കെ വെബ്സൈറ്റ് വേണം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ഷോപ്പുകൾക്ക് എന്താണ് ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗോ വേണം. അപ്പോൾ വെബ്സൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഈ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താ പറയുക ആൾക്കാരിലേക്ക് എത്താൻ പറ്റും. പിന്നെ കൂടുതൽ ആൾക്കാർ പറഞ്ഞത് വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പൊ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന കഴിഞ്ഞ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജൻസിയിലെ ക്ലയൻസിന് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് ഈ വെബ്സൈറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗും ഒക്കെ അറിയാം. അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് സംസാരിക്കുക, അത് ക്ലോസ് ചെയ്യുക. അത് നമ്മൾ സെയിൽസിൽ താല്പര്യമുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അവരെന്താണ് ഇപ്പം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. വർക്ക് ഫ്രം ഹോമാണ്, നമ്മൾ ഓഫീസിൽ വേണ്ട ആവശ്യമില്ല. അവർക്ക് ലാപ്ടോപ്പ് ഇന്റർനെറ്റ് മാത്രം മതി. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലയൻസിന്റെ റിക്വയർമെന്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റിക്വയർമെന്റ് ചെയ്യുന്നതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾക്ക് ഒരു 9 to 5 നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഡ് വരുന്നതനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു ഓപ്ഷനാണ് റിമോട്ട് ജോബുകൾ. അത് ഇന്ത്യയിലും കിട്ടുന്നുണ്ട്, വിദേശത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂര്, കൊച്ചി, കോഴിക്കോട്, UK, കാനഡ അങ്ങനത്തെ സ്ഥലത്ത് റിമോട്ട് ജോബുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനമാണ് വെബ്സൈറ്റ് ഡെവലപ്മെന്റും ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് സ്കില്ലുള്ളവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് നമ്മളെ അറിവിൽ സ്റ്റാർട്ടിങ് റിമോട്ട് ജോബിനൊക്കെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 30K ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതുപോലെ തന്നെ അത് റിമോട്ട് ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഏജൻസിയിൽ. നമ്മളിപ്പോൾ ദുബായിലൊക്കെ പല ഏജൻസികളും കൺസൾട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സുകൾ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിസൈനേഴ്സ്, വേർഡ്പ്രസ് ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ഇതിനൊക്കെ നല്ല വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാലറി എക്സ്പെക്ടേഷൻ ഒരു ഫ്രഷർക്കാണെങ്കിൽ, നമ്മളൊരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിങ്ങളൊരു കമ്പനി കയറുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 50 to 20, അത് നിങ്ങളെ എന്താ പറയുക നിങ്ങളെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് 50 to 20 വരെ വാങ്ങാൻ പറ്റും. ഇപ്പൊ നമ്മളെ കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നത് 30,000 ആണ് ഒരു വേർഡ്പ്രസ് ഡെവലപ്പർക്ക്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 മുതൽ 80,000 വരെ വാങ്ങാൻ പറ്റും. അതിന്റെ മുകളിൽ വാങ്ങുന്ന ആൾക്കാരുണ്ട്, അതും ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മാത്രം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ആ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ആ സ്കില്ല് എങ്ങനെ ലേൺ ചെയ്യുന്നു, അതെങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ആകുന്നു, അതെങ്ങനെ നിങ്ങൾ പോർട്ട്ഫോളിയോ ആകുന്നു, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സാലറി സ്കില്ല് അല്ലെങ്കിൽ സാലറി ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും ചെറിയ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, സൗണ്ട് ക്ലിയർ അല്ല? ഹലോ.
ഹലോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ സ്റ്റുഡൻസ് ചെയ്ത വെബ്സൈറ്റുകൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളൊരു ഏജൻസി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ എന്താ പറയുക വർക്കുകൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഏജൻസിയിലുള്ള WHM ആണ് നമ്മളെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത വെബ്സൈറ്റുകളാണ് align.ai. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടൊരു വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്ത വർക്കുകളാണ്. ഓക്കെ. ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏറ്റവും കൂടുതൽ നല്ലത് ഓൺലൈൻ പഠിക്കുന്ന, കാരണം റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ് പോകുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുന്ന നോട്ടുകളും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ഓക്കെ, ഞാനിതൊക്കെ എന്താ പറയുക, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലോ വെബ്സൈറ്റ് ആയാലോ ഞാൻ എല്ലാവരോടും പറയുന്നത് ഏറ്റവും നല്ലത് ഓൺലൈൻ പഠിക്കുന്നതാണ്. ആൻഡ് പ്ലേസ് അസിസ്റ്റൻസ് ഉണ്ടോ? പ്ലേസ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്? പ്ലേസ്മെന്റ് അല്ല, നിങ്ങൾക്ക് നമ്മൾ ഇന്റേൺഷിപ്പ് തരും നമ്മളെ കമ്പനിയിൽ. ഓക്കെ, ആ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അടുത്ത നമ്മളെ വേക്കൻസിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ റെഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളെ കമ്പനിയിൽ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത വെബ്സൈറ്റുകളാണ്. അറൗണ്ട് ഒരു 100ന്റെ മുകളിൽ വെബ്സൈറ്റുകളുണ്ട്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇതുപോലെ 2 പ്ലാറ്റ്ഫോം കൂടി നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലയന്റിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മളെ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളുണ്ട്. നമ്മൾ അവരെ കൊണ്ട് എന്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് നമ്മൾ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ്. ഓക്കെ, ചിലത് അവർ തന്നെ ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഒപ്പം എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മൾ തരുന്നുണ്ട്. ഡൊമൈനും ഹോസ്റ്റിംഗ് ഒക്കെ നമ്മൾ തരും. നിങ്ങളെ കൊണ്ട് വർക്കും ചെയ്യിപ്പിക്കും. ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ്. ആൻഡ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു അറബിക് സൈറ്റ് ഉണ്ട്. ഇതും നമ്മൾ സ്റ്റുഡൻസ് ചെയ്തതാണ്. ആൻഡ് ഇല്ല, സ്ക്രീൻ ഷെയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ സ്റ്റുഡൻസ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ചെയ്തതാണ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോഴും സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു വേറെ കോഴ്സുകൾ എടുത്ത ആൾക്കാരുണ്ട്, ആൻഡ് വേറെ സ്ഥലത്ത് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ്. ഇത് നമ്മൾ സ്റ്റുഡൻറ് ചെയ്ത വർക്കാണ്. അജയ് എന്നാണ് പേര്. അവന്റെ തന്നെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവനിപ്പോ വേർഡ്പ്രസ് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, അവന് കൊടുത്ത കാര്യങ്ങൾ മനസ്സിലായി ഹയർ മീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡ് CV
ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്കില്ല് പഠിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. ഓക്കെ, ഫോട്ടോഷോപ്പ്, ഫിഗ്മ, HTML, CSS എന്താണോ നിങ്ങളുടെ സ്കില്ല് അത് ഇതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇതൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാണ് അവന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, ക്ലയന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇ-കൊമേഴ്സ് വേണമെങ്കിൽ ഇ-കൊമേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത വർക്കാണ്. അവർക്ക് ഇ-കൊമേഴ്സ് ഒരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയത്, അവരുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട്. ഇതൊക്കെ അവർ തന്നെ വർക്കാണ്. അവരെന്തായി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ പറ്റില്ല. ഓക്കെ, അവർക്ക് ലോഗോവും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് അവർ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റിനെ മാർക്കറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് അതിനെ മാർക്കറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു ട്രെയിനർ ആണെങ്കിൽ ട്രെയിനർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തേക്കാം ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാൻ. WHM എന്ത് വെബ്സൈറ്റ് ആണ്? WHM വെബ്സൈറ്റ് അല്ല, നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ്. ഓക്കെ, അതൊരിക്കലും വെബ്സൈറ്റ് അല്ല, അത് നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലൈക്ക് എ സർവർ. യെസ്, ഇതൊരു സർവറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ് അതിൽ ഹോസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. നമ്മളെ കോഴ്സ് എന്ന് പറയുന്നത് ഫുൾ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പർക്ക് എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മൾ 1-to-1 സെഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അതിൽ പ്രത്യേകമായിട്ടുള്ള 2 സെക്ഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഫ്രീലാൻസ് വെബ്സൈറ്റ് നമുക്കൊരു ഫസ്റ്റ് വർക്ക് എങ്ങനെ എടുക്കാം, അതിലെന്തെങ്കിലും ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് അതുപോലെ തന്നെ ക്ലയന്റ് ഹാൻഡ്ലിങ് എങ്ങനെ ചെയ്യാം, ഫ്രീലാൻസ് ഗൈഡൻസ് പറഞ്ഞ് നമ്മളൊരു സാധനം കൊടുക്കുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് എങ്ങനെ വർക്ക് എടുക്കാം, അതിന് പ്രപ്പോസൽസ് എങ്ങനെ ഉണ്ടാക്കാം, അതിലെങ്ങനെ നിങ്ങൾക്കൊരു വെബ്സൈറ്റിന് പ്രൈസിങ് എങ്ങനെ ഇടാം, ഈ കാര്യങ്ങളൊക്കെ. കാരണം നമ്മളൊരു കോഴ്സ് മാത്രമല്ല കൊടുക്കുന്നത്, ആ കോഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഒരു ഫ്രീലാൻസർക്ക് അറിയില്ല എങ്ങനെയാണ് അതൊരു ഫ്രീലാൻസ് വർക്ക് എടുക്കാം, എങ്ങനെയാണത് നമുക്ക് എന്താ പറയുക ഒരു വർക്ക് പുതിയത് കിട്ടുക, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റേജിലൊരു എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചൊക്കെ ചെയ്യാനൊരു പൈസയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഗൈഡൻസ് നമ്മൾ വരും. പിന്നെ എങ്ങനെ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നമുക്ക് ലൈവായിട്ട് പ്രൊജക്റ്റ് ചെയ്യാം, ആൻഡ് അതിൽ നമ്മൾ എങ്ങനെ പ്രപ്പോസൽ ഉണ്ടാക്കാം, പ്രപ്പോസൽ എങ്ങനെ ഏതെല്ലാം ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കോഴ്സ്, ഇപ്പോ ഈ കോഴ്സിൽ നമ്മൾ നിങ്ങളെ ഒരു കരിയർ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയതായിട്ടൊരു സിമ്പിൾ നിങ്ങളെ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊരു അപ്പൊ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. അത് നമ്മളെ സെഷനിൽ എങ്ങനെയാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. 0 to 100 വരെ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മളെ വെബ്സൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ അതിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ആർക്കെങ്കിലും വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിങ്ങളിപ്പോൾ ഒരു ഡെമോ സൈറ്റിലേക്ക് എന്താ പറയുക ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്താണ്. ഓക്കെ, ഹോസ്റ്റിംഗ് വെച്ചല്ലേ ചെയ്യാ നമ്മള്? അല്ല അല്ല, നമ്മൾ സ്വന്തമായിട്ട് സെർവർ നിങ്ങൾക്ക് തരും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആളാണോ? അതെ അതെ. ആ, ഞാൻ തോന്നി. കാരണം എല്ലായിടത്തിലും ഈ ഹോസ്റ്റിങ്ങളെ ചെയ്യിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മളൊരു ഏജൻസിയിൽ എങ്ങനെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുക അതുപോലെയാണ് നമ്മളെ ക്ലാസ് ഉണ്ടാവുക. ഏജൻസി ഓക്കെ എക്സ്പീരിയൻസ് ഓക്കെ. ആണ്. ഏജൻസിയിലുള്ള പ്രൊജക്ട് എങ്ങനെയാണോ ക്ലയന്റിന് കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത്, അത് മുതൽ നിങ്ങളെ പ്രപ്പോസൽസ് ആൻഡ് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ക്ലാസ് സ്ട്രക്ചർ ചെയ്യും. ഒരിക്കലും നിങ്ങളെ ഒരു പഠിപ്പിച്ചിട്ട് എന്താ പറയുക ഒരു സർട്ടിഫിക്കേഷൻ തരുന്ന ഒരു കോഴ്സ് അല്ല ഇത്. പഠിപ്പിച്ചിട്ട് അതിന്റെ ആ മെത്തേഡിൽ, ഇപ്പോൾ നിങ്ങളൊരു ഏജൻസി പോയാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, ഒരു ഫ്രീലാൻസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, ആൻഡ് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളിപ്പം ചോദിച്ച ഹോസ്റ്റിംഗർ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നും അതെങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളെ കമ്പനീൻ്റെ ഇന്റേൺഷിപ്പും, അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻസി വർക്ക് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചത്. ക്ലിയർ അല്ലേ? അത് കോഴ്സ് എടുത്താൽ മാത്രല്ലേ കിട്ടുക? അതെ അതെ, നിങ്ങൾ കോഴ്സ് ഓൾറെഡി കഴിഞ്ഞതാണ് അല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതെ അതെ. ആ, ഇപ്പൊ നിങ്ങൾ എന്താ ഈ കോഴ്സ് ഒരു വെബ് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പിലേക്ക് വരാൻ ഒരു സാധ്യത? കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ട് കുറെ വിട്ടുപോയിട്ടുണ്ട് കുറെ കാര്യങ്ങള്. ആ ഹാ ഹാ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ജോലി ചെയ്തില്ലേ? ഇല്ല, ഞാൻ ഇന്റേൺഷിപ്പിന് കയറാൻ നിൽക്കാണ് അടുത്ത നെക്സ്റ്റ് വീക്ക് കൊച്ചി തന്നെ. ഇന്റേൺഷിപ്പിൽ ചേരാൻ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ അതെ അതെ. നമ്മൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ജസ്റ്റ് ഒരു വെബ്സൈറ്റിന്റെ ഒരു ബേസിക് സാധനം കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് ഹലോ കഴിഞ്ഞാൽ സർ, സൗണ്ട് ചെറുതായിട്ട് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വെബ്സൈറ്റ് ചെറുതായിട്ടൊരു മോഡൽ വെബ്സൈറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതില് നമ്മൾ ജസ്റ്റ് ഒന്ന് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു ഒരു തീം എടുക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഡിസൈനിങ്ങിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലല്ല വെബ്സൈറ്റ് ചെയ്യുക. നമ്മളൊരു പ്രൊഫഷണൽ കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസി എങ്ങനെയാണോ വെബ്സൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡിൽ കാണിക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ ഷെയർ അല്ല അല്ലേ? Yes, sir. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലോഗോ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു കളർ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിങ് കൊടുക്കുന്നു.
നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീനിൽ കാണിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ. നമ്മൾ ആഡ് ചെയ്ത ലോഗോ, നമ്മൾ ചൂസ് ചെയ്ത കളർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. സ്ക്രീന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു തീം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ് അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതാണ്. ഇത് ചെറിയൊരു വെബ്സൈറ്റ് ആണ്. അതിൽ അബൌട്ട് അസ് പേജ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റേജിൽ ഇതിന്റെ കണ്ടന്റ് ആഡ് ചെയ്യണം, ഇതിന്റെ കളർ മാറ്റണം, അതിന്റെ ഇമേജസ് ഒക്കെ മാറ്റേണ്ടി വരും. പിന്നെ സർവീസ് നമ്മളെ ഇതിനനുസരിച്ച് ഇത് മാറ്റേണ്ടി വരും. ഓൾറെഡി ഉള്ള വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്തല്ലേ? ഹലോ, ഹലോ, എന്താണ് ചോദിച്ചത്? മനസ്സിലായില്ല. ഹലോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടാക്ട്, സർവീസ്, എല്ലാ കാര്യങ്ങളും മാറ്റണം. ഓക്കെ, അപ്പൊ ഇത് AI അല്ല കേട്ടോ. ഇത് നമ്മൾ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ കാണിച്ചെന്നാണ്. ഇത് AI അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമ്മൾ AI ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഒരു തീമിൽ നമ്മൾ എന്ത് ചെയ്താണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ അല്ല കേട്ടോ നമ്മൾ ഏജൻസിയിൽ വർക്ക് ചെയ്യുക. ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു പ്രൊഫഷണൽ വേ ഉണ്ട്. ലോഗോ, കളറ്, കണ്ടന്റ് ക്രിയേഷൻ, പിന്നെ ഡൊമൈന്, പോസ്റ്റിങ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ടാണ് നമ്മളൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന മോഡലല്ല ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാതാണ്, ഒരു
വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എളുപ്പ രീതി ഞാൻ കാണിച്ചു തന്നതാണ്. ഒരിക്കലും ഇങ്ങനെയല്ല നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏജൻസിയിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേറൊരു മെത്തേഡാണ്. ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡും നിങ്ങൾ ഇപ്പം പഠിക്കുന്ന മെത്തേഡും വേറെയാണ്. നിങ്ങളിപ്പം ഇപ്പോൾ എൻ്റെ കോഴ്സിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഫുൾ ഡെവലപ്പർ ആവുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു ഏജൻസിയിലായാലും ഫ്രീലാൻസർ ആയാലും അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആളായാലും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവർക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അതല്ലാതെ ഒരു സെഷനിൽ മാത്രം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എനിക്കറിയാം അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ലാൻഡിംഗ് പേജ് അതിൽ വേറൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അവിടെ ഒരു ട്രെയിനിങ് സെന്ററിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു ബേസിക് സാധനം മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തം പഠിക്കേണ്ടി വരും. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം നഷ്ടപ്പെടും സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ. അപ്പം നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ആ ഏജൻസിയിൽ എങ്ങനെയാണോ നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞോളൂ. സാർ ഇപ്പോ പറഞ്ഞ രീതിയില് അതേ രീതിയിലാണ് ഞാനിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിച്ചത്. നമുക്ക് ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് ഇതേ രീതിയാണ് ഇപ്പോ അവരവിടെ പറഞ്ഞത്. വേർഡ് പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ വെബ്സൈറ്റിൽ വേർഡ് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ കാണിച്ചിട്ട് ടെംപ്ലേറ്റ് നമ്മൾ എടുത്തിട്ട് ചേഞ്ച് ആക്കിയിട്ട് കൊടുത്തിട്ട് അതേ വഴിയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു വെബ്സൈറ്റ് പ്രൊജക്ട് മൊത്തം ചെയ്യുന്ന അറിയില്ല? ഇല്ല, ഈ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് പിന്നെ വിട്ട് ഞാൻ. എന്തുകൊണ്ടാണെന്നറിയോ, ഇതെന്താ വെച്ചാല് നമ്മളെ ഏജൻസിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മള് കോഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ട്രെയിനിങ് സെന്റേഴ്സിൽ എന്താ വെച്ച് കഴിഞ്ഞാല് അത് അവരെ കുഴപ്പമല്ല, അവര് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഒരു ക്ലയന്റ് എങ്ങനെയാ വരുന്നത്, ഒരു ക്ലയന്റ് എങ്ങനെയാ കിട്ടുന്നത്, ആ ക്ലയന്റിനോട് എങ്ങനെയാണ് വർക്ക് വാങ്ങുന്നത്, വർക്ക് കൊടുക്കുന്നത്, ഇതൊന്നും അറിയില്ല. അവര് പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണെന്ന്. ഇത് അറിയുന്ന ഒരാളാണെങ്കിൽ അവരോട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് അറിയില്ല, കാരണം അവർക്ക് സ്റ്റെക്കാണ്. അവിടുന്ന് അങ്ങോട്ട് അവർക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതിന് ഓൾറെഡി ഗ്രാഫിക് ഡിസൈൻ പഠിച്ചതുകൊണ്ട് അതിന് കൂടെ വെബ് ഡിസൈനിങ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോയത്. നല്ല 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 ചോയ്സ് ആണ്. കാരണം ഞാനും ഗ്രാഫിക് ഡിസൈനറാണ്, പിന്നെ വെബ് പഠിച്ചതാണ്. അവിടെ കംപ്ലീറ്റ് ചെയ്തോ? വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തോ? വെബ്സൈറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് പിന്നെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ്, പിന്നെ ടെംപ്ലേറ്റ്സ് ചെയ്യുമ്പോൾ ഒരു ഇതായിട്ട് ബെറ്ററായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഞാൻ ആ ടച്ച് പിടിച്ചു. അത് പിന്നെ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നോട് റീജോയിൻ ചെയ്തോക്കാം. നിങ്ങൾ ഓൾറെഡി ഗ്രാഫിക് ഡിസൈനർ അല്ലേ, അപ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെബ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാം. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആയതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വെബ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടും. കാരണം നിങ്ങളത് മാർക്കറ്റും ചെയ്യണം, പൊസിഷനും ചെയ്യണം. പഠിക്കുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടോ. അവര് പറഞ്ഞതെല്ലാം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പ്രശ്നം ഉണ്ടായിട്ടാ. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട്. അവരിങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത്? വെബ്സൈറ്റിന്റെ ബേസിക് സാധനമാണിത്. ഡൊമൈന്, ഹോസ്റ്റിംഗ്, cPanel, വേർഡ്പ്രസ്. ഇതാണ് സെയിം രീതി. സിമ്പിൾ ആയിട്ട് അല്ല, അത് ഞാൻ കാണിച്ചു തന്നത് വെച്ച് കഴിഞ്ഞാല് അതുപോലല്ല നമ്മൾ വെബ്സൈറ്റ് ചെയ്യാൻ. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് നമ്മളെ കോഴ്സേ അല്ല. കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് വേറെ തരത്തിലാണ്. കോഴ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കോഴ്സിൽ നമ്മൾ ആദ്യം ഡൊമൈനും ഹോസ്റ്റിങ്ങും cPanel ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ തീം ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കളർ ചൂസ് ചെയ്യുന്നത്, തീം ചൂസ് ചെയ്യുന്നത്, എവിടെല്ലാം എന്തെല്ലാം ചെയ്യണം, അതിന്റെ അലൈൻമെന്റ്, അതൊക്കെയാണ് ഈ കാണുന്നത്. പേജസ് ആൻഡ് സ്റ്റൈൽസ്, ലോഗോ, കളർ, കണ്ടന്റ്. ഇത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. മറ്റേ ടെംപ്ലേറ്റ്സിൽ വെച്ചിട്ട് അതെല്ലാം ഓക്കെ. പിന്നെ കളർ ചേഞ്ച് ചെയ്തിട്ട് അതെല്ലാം കുറച്ച് രീതിയായിട്ട് പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ട്രെയിനിങ് സെന്റേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അവർക്ക് ആ ഒരു പുതിയൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല.
അവരെ കുറ്റം പറയല്ല, അങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാവും. ഞാനിപ്പോൾ ട്രെയിനിങ് സെന്റേഴ്സിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും അവിടുത്തെ പൊസിഷൻസും പ്രോബ്ലംസും ഒക്കെ. അപ്പോൾ അവർക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദുബായിലായാലും എവിടേക്കായാലും ട്രെയിനിങ് സെന്റേഴ്സിൽ നമ്മൾ വർക്ക്ഷോപ്പ് നടത്താറുണ്ട്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അല്ല സാറ് ഞാനിപ്പോ ഇത് കാണിച്ചു തന്നോണ്ട് ഞാൻ ആ ഒരു experience പറഞ്ഞതാണ്. നമ്മളെ കോഴ്സ് അങ്ങനെ അല്ല കേട്ടോ, നമ്മളെ കോഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. എന്തെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ കോഴ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഫ്രീലാൻസർക്ക് അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന പൈസയാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, 10,000 ആണ് നമ്മുടെ കോഴ്സ് ഫീസ്. അതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് വെബ്സൈറ്റ് ഡിസൈൻ ഡെവലപ്മെന്റ് വഴി പഠിക്കും, അതിൽ വേർഡ് പ്രസ് ഡെവലപ്മെന്റ് പഠിക്കും, നമ്മൾ HTML ഉം CSS ഉം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഹോസ്റ്റിംഗ് ആൻഡ് ഡൊമൈന്, പിന്നെ അത് കൂടാതെ SEO ബേസിക്സ്. കാരണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പലർക്കും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, SEOന്റെ ബേസിക് സാധനങ്ങൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു, പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. നമ്മൾ അവിടെ ഫ്രീലാൻസ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ക്ലയന്റിന് എങ്ങനെ നേടാം, എങ്ങനെ സംസാരിക്കാം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ക്ലയന്റിനെ എടുക്കുന്നത്. ഒരു 2-3 മന്താണ് നമ്മളൊരു ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, അപ്പൊ അതിൽ ഫ്രീലാൻസ് ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലയന്റ് ഹാൻഡ്ലിങ്, എങ്ങനെയാണ് നമ്മളൊരു ഫ്രീലാൻസ് എടുത്ത് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് മാത്രമല്ല, ആ കോഴ്സിന് ഒരു പാക്കേജ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ ലൈവ് പ്രൊജക്റ്റിൽ നമ്മൾ കാണിച്ചു തരും എങ്ങനെയാണ് ഒരു ലൈവ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ലൈവ് പ്രൊജക്റ്റ് ആക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കിട്ടി, ആ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് ലൈവ് ആക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷൻ ചെയ്യണം. ഇപ്പോൾ ബിസിനസ് ആയാലും ഫ്രീലാൻസർ ഒക്കെ ആയാലും അതിലെങ്ങനെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ചെയ്യാം, അതും നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ നമുക്ക് എന്താ പറയുക, ഫീസ് വരുന്നത് വെറും 10,000 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നിങ്ങളെ ഡീറ്റെയിൽസ് മൂസിനായിട്ട് ഷെയർ ചെയ്യാം. അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻസിന്റെ വർക്കും ഏജൻസിയും കാര്യങ്ങളൊക്കെ കാണിച്ചത്. മൂസിന, നമ്മളെ പ്രൊജക്റ്റില് നമ്മളെ കോഴ്സിലേക്ക് ഇനി എത്രയാണ് നമ്മളെ ഇതുള്ളത് എന്ന് പറയാം. നമുക്കിപ്പോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. മാക്സിമം 15s ആണ് ഒരു ബാച്ചിൽ നമുക്ക് റൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് 2 ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഫുൾ ആയിട്ടുണ്ട്. 3ാമത്തെ ബാച്ച് ഇപ്പോൾ ഇന്നും കൂടെ അഡ്മിഷൻ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഈ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 2 ബാച്ച് ഓൾറെഡി ഫുൾ ആയിട്ടുണ്ട്. 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലും കുറച്ച് ആൾക്കാർ കൂടെ ഈ ലൈവ് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നാണ്. ജസ്റ്റ് പേയ്മെന്റ് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ ദുബായിലെ ബാച്ച് നമ്മൾ അനസിന്റെ ബാച്ച് അതൊക്കെ അല്ലേ? ദുബായിൽ നമുക്ക് ഒരു ബാച്ച് സെറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരാവാനുണ്ട്. അപ്പൊ അവര് ഇന്നും നാളെയായിട്ടാണ് പറഞ്ഞത്. നമ്മള് ഡേറ്റ് കൊടുത്തതാണല്ലോ, അപ്പൊ അതിന് മുന്നേ എന്തായാലും അവർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ ബാച്ചിൽ നമുക്ക് 15s അല്ല, ഒരു മാക്സിമം 20 ആൾക്കാർ ഒരു ബാച്ചിലുണ്ട്. ശരി, അപ്പോ നമ്മളെ കോഴ്സ് ഇതാണ്, നമ്മളെ ഒരു ഡീറ്റെയിൽസ് ഇതാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഏജൻസി എക്സ്പീരിയൻസിലായിരിക്കും. കാരണം നമ്മൾ ലൈവ് പ്രൊജക്റ്റ് ആക്കി നിങ്ങളോട് ചെയ്യിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് പ്രൊപ്പോസൽ, ഫ്രീലാൻസ് ക്ലയന്റ് ലഭ്യമാകുന്നത് എങ്ങനെയാണ്, പിന്നെ നമ്മൾ ലൈവ് വെബ്സൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മൂസിനായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മൂസിനായിട്ട് ചോദിക്കാം. അല്ല
സോറി. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് പരിചയപ്പെട്ടതാണ് എന്നെ, എൻ്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 weeks ആണ് നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കുന്ന ടൈം പീരീഡ്. 2 weeks എന്താ പറയുക, 2 weeks നിങ്ങൾക്ക് ലൈവ് പ്രൊജക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പും ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം സ്റ്റുഡൻസ് കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇതുവരെ ഡൗട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. കാരണം ഓക്കെ. ഒരുപാട് ഹലോ, കേട്ടോ സാർ വേറെ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ കോഴ്സിനെ കുറിച്ച്? റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും. നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്ററും കൂടി ഉണ്ടാവും നമ്മളൊപ്പം. കാരണം പ്രൊജക്റ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബാച്ചിനനുസരിച്ചാണ്. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ നമ്മളെ ഡെവലപ്പർ ആരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. സാർ ലാപ്ടോപ്പ് വേണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ? നിർബന്ധമുണ്ടോ? ലാപ്ടോപ്പ് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ലാപ്ടോപ്പ്, ഇത് പഠിക്കാൻ ലാപ്ടോപ്പ് വേണ്ട, പക്ഷെ വർക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് വേണം. നമ്മൾ വെബ്സൈറ്റിന്റെ വർക്ക് വരുന്നത് എന്താ പറയാ, ലാപ്ടോപ്പ് നിർബന്ധമാണ്. അത് ദുബായിലാണ്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വോയിസിൽ വന്നോളൂ. ദുബായിൽ നമുക്ക് ഓഫ്ലൈൻ അല്ല, നമുക്ക് ഓൺലൈനാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ക്ലാസ് ഒക്കെ ഓൺലൈനാണ്. ഓക്കെ, ദുബായിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വോയിസിൽ വന്നോളൂ, കുഴപ്പമില്ല. സെയിൽസിലൊക്കെ സെയിൽസ് ആണ് നല്ലതാണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ സൗണ്ട് ഉണ്ടാവും, ഇവിടുത്തെ സൗണ്ട് അങ്ങോട്ട് കേൾക്കും. ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, പത്മജയാണത്? അതെ അതെ, ഇവിടുത്തെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയത്. നമ്മുടെ ക്ലാസ് ഒക്കെ ഓൺലൈനിലാണ് വരുന്നത്. 2 weeks ക്ലാസ് ആണ്. നിങ്ങളെ ടൈമോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് 1 month 3 month നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് സെന്റേഴ്സിനൊക്കെ വേണ്ടി. നമ്മൾ കൊടുക്കുന്നത് 2 weeks ആണ്. നമ്മൾ 2 weeksൽ നിങ്ങൾക്ക് തരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്നത്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ അത്ര എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പെയിൻ പോയിന്റ് നമുക്കറിയാം. കാരണം ഞാൻ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം, ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വരുന്ന എന്താ പറയുക, പേയ്മെന്റ് ഇഷ്യൂസ് നമുക്കറിയാം. ഓക്കെ, കാരണം നിങ്ങളുടെ ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊരു 1 hour ഒരു സെഷനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 1 hour നിങ്ങൾക്ക് എന്താണ് എന്താ പറയുക, അത്രയും ലേൺ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സെയിൽസിലുള്ള ആൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു പ്ലാന് തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സെയിൽസിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് പഠിച്ചിട്ട്, ഓക്കെ, നിങ്ങൾക്ക് സെയിൽസിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് സെയിൽസ്, വെബ്സൈറ്റിന് സെയിൽസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റ് അല്ലെ സെയിൽസ് ആൾക്കാരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്ത ഒരാൾ HR വർക്ക് ചെയ്ത ഒരാളാണ്. അയാൾ ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് സെയിൽസിലാണ്. അയാൾക്ക് വർക്ക് ചെയ്യേണ്ട, അയാൾക്ക് എന്താണ് സെയിൽസിൽ അയാൾക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ നമുക്ക് തരുന്നു.
ആൻഡ് അതിൻ്റെ പേയ്മെൻറ്റ് അവർ വാങ്ങുന്നു. ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനിൽ അവർ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അത് ഈ വെബ്സൈറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വർക്ക് എടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങളൊരു പേഴ്സണൽ ഒരു ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടിങ് കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് IT കമ്പനികൾക്ക് വർക്ക് ചെയ്യാം, അതല്ല നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ആയിട്ട് എന്താക്കുക, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മോർണിംഗ് ക്ലാസ് ഇല്ല, നമുക്ക് മോർണിംഗ് ക്ലാസ് അല്ല, നമുക്ക് ഈവനിങ് ക്ലാസ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്തത്. നമുക്ക് എപ്പോഴും ഒരു ഈവനിങ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് അതിൻ്റെ റെക്കോർഡ് വീഡിയോസ് നമ്മൾ അയച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളൊരു ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, പ്രൊഫഷണലായിട്ട് ക്ലയന്റിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം കോഴ്സ് പഠിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതോ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്. എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ആ ക്ലയന്റിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീലാൻസ് ഗൈഡൻസ്, നമ്മൾ ഫ്രീലാൻസ് ഗൈഡൻസിൽ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പൊസിഷൻ ഉണ്ടാക്കുക. നിങ്ങൾ എന്താണോ, നിങ്ങൾ എക്സ്പീരിയൻസ് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും, നിങ്ങളെ പ്രൊഫൈലിൽ ഉണ്ടാവും. പൊസിഷനിങ് എന്ന സംഭവമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രീലാൻസ് ഗൈഡൻസിൽ. അതിനെങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ SEO ബേസിക് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് വർക്ക് കിട്ടുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു വർക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ് SEO. അതിന്റെ ബേസിക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് അതും ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വെബ്സൈറ്റ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സോഷ്യൽ മീഡിയ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ SEO കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു സ്കില്ലിന്റെ ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സ്കില്ലുകൾ പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യാം. ഇനി അതല്ല വെബ്സൈറ്റ് അറിയുന്ന ആളാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യാം. ആ രീതിയിൽ കരിയർ പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന ആളാണെങ്കിൽ ഇത് രണ്ടും വേണ്ടി വരും. പക്ഷെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യം വെബ്സൈറ്റ് പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് പഠിക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് പഠിച്ച് കഴിഞ്ഞ് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു 10-15 ക്ലയന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം എന്നുള്ളത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ എന്ത് ചെയ്യും, എന്താ പറയുക, കൺഫ്യൂഷൻ ആവും, പിന്നെ കരിയർ സ്റ്റക്ക് ആവും. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ആ ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ മൂസിനെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യല്ലോ അല്ലേ? അതെ സർ, നമുക്ക് ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പേര് നെറ്റ്വർക്ക് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട് മഴയായതുകൊണ്ട്. അപ്പൊ അത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് മഴയുടെ പ്രശ്നം കൊണ്ട് നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് പിന്നെ യൂസ്ഫുള്ളായ വീഡിയോ ലൈവ് സെഷനാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലൈവിൽ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള നമുക്ക് ഇതേ പേഴ്സണലി വന്ന് ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ടെക്സോൺ അക്കാദമിയുടെ നെക്സ്റ്റ് ബാച്ചാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2 വീക്ക് ക്ലാസ് ആണ് വരുന്നത്. സൂമീറ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, ലൈവ് സെഷനാണ് ഉണ്ടാവുക. റെക്കോർഡ് വീഡിയോ നമ്മൾ ഗ്രൂപ്പിലേക്കാണ് ഷെയർ ചെയ്യുക. ഈ ഗ്രൂപ്പല്ല, നമ്മൾ ഓരോ ബാച്ച് വൈസ് ആയിട്ട് ഓരോ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇത്രയും നേരം നമ്മൾ എന്താണ് ക്ലാസ് കൃത്യമായി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മെസ്സേജസ് ആണ് വാട്സപ്പിൽ പേഴ്സണലി എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ, നിങ്ങൾ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെന്റിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി കരിയർ പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.